കുറച്ചു കാലത്തേക്ക് തടസ്സപ്പെടും. ക്ഷേമ പെൻഷൻ പിന്നെ കിട്ടാതെ കുറേ ആളുകൾക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഈ ഉത്തരവ് സഹായകരമാവത്തുള്ളൂ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 8-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇന്നലെയാണ് ക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നത് നിർത്തുന്നു എന്ന അറിയിപ്പ് വന്നത്. ഇതിന്റെ ഉത്തരവ് ധനവകുപ്പ് ഇന്നലെ ഇറക്കിയിരുന്നു. ഇത് പ്രകാരം സെപ്റ്റംബർ മാസം മുതലോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം മുതലോ പെൻഷൻ വിതരണം ചെയ്യുക എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ആകും. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനവുമായി വന്നിട്ടുണ്ട്. മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള KN ബാലഗോപാലാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. നിലവിൽ കാണുന്ന പത്രക്കട്ടിങ്ങുകൾ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട പെൻഷൻ പല ആളുകളും തട്ടിയെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണിത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമ്പോൾ ഈ തട്ടിപ്പുകൾ ഒഴിവാകും. മാത്രമല്ല 62 ലക്ഷം പെൻഷൻ ഉപഭോക്താക്കൾക്കും പെൻഷൻ വിതരണം ചെയ്യുന്ന ദിവസം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. ആ ദിവസമോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിച്ച് ATM കൗണ്ടറിൽ നിന്നോ UPI വഴി വീട്ടുകളിലെ മറ്റ് അംഗങ്ങളിലെ ഫോണിലേക്ക് സെൻഡ് ചെയ്തോ ഈ ഒരു തുക ഗുണഭോക്താവിന് കൈപ്പറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ സംസ്ഥാനത്ത് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 26 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് 5 മുതൽ 10 ദിവസത്തോളം താമസിച്ചാണ് തുക ലഭിക്കാറുള്ളത്. അതിനുള്ള ഒരു മാറ്റം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പെൻഷൻ വിതരണം ബാങ്കുകളിലൂടെ ആക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം പല ആളുകൾക്കും ബാങ്കിലെത്തി തുക എടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ ഉത്തരവ് പ്രകാരം തന്നെ കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ വിതരണം തുടരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുൻ ധനമന്ത്രിയും MLA-യുമായിട്ടുള്ള KN ബാലഗോപാൽ പറയുന്നത് ഇങ്ങനെയാണ്. ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടുമെന്ന് ഉറപ്പാക്കാൻ നിലവിലുള്ള വിതരണ സംവിധാനം അതേപടി തുടരണം എന്ന് മുൻ ധനകാര്യമന്ത്രിയും MLA-യുമായ KN ബാലഗോപാൽ. പാവപ്പെട്ടവരും അശരണരുമായ 62 ലക്ഷം ജനങ്ങൾക്ക് സ്വാശ്രയത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ തുക. മരുന്നും മറ്റ് ആവശ്യങ്ങൾക്കും മറ്റാരെയും ആശ്രയിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല. അത് ഇല്ലാതാക്കാനാണ് സഹകരണ സംഘങ്ങളെ ഒഴിവാക്കി ബാങ്ക് വഴി പെൻഷൻ നൽകാനുള്ള UDF സർക്കാരിന്റെ പുതിയ തീരുമാനം എന്ന് KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ക്രമക്കേട് തടയാനാണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്ന വാദമാണ് സർക്കാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഇത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പെട്ട ക്രമക്കേടുകൾക്കുള്ള സാധ്യത പോലും തടയാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഏതു കാര്യത്തിലും രാഷ്ട്രീയം കാണുന്ന മുഖ്യമന്ത്രിയുടെ രീതി അപലപനീയമാണ് എന്നും മുൻ മന്ത്രി കുറ്റപ്പെടുത്തി. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. ഗ്യാസ് ബുക്കിങ്ങിൽ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. 2 ദിവസം മേലെയായാൽ വീണ്ടും ബുക്ക് ചെയ്യണം. നിലവിലുള്ള നിയന്ത്രണം അതുപോലെ തന്നെ KYC ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒരു അവസാന തീയതി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഓണക്കാലത്ത് ഗ്യാസ് സിലിണ്ടർ ക്ഷാമമെന്ന ആശങ്കയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. പാചകവാതക KYC ചെയ്യാത്തവർക്ക് ഓഗസ്റ്റ് 15-ന് ശേഷം ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഗ്യാസ് ഏജൻസികൾ നൽകുന്നത്. മതിയായ സാവകാശം നൽകാതെയും പ്രായമായവർക്കും സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്കും ബദൽ മാർഗം കാര്യക്ഷമമാക്കാതെയും ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വിതരണം നിർത്താനൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ആഗസ്റ്റ് 16 മുതൽ ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല. ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കളുടെ ഫോണിലേക്ക് അറിയിപ്പ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആഗസ്റ്റ് 15-നകം KYC പൂർത്തിയാക്കാത്തവർക്ക് ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്നാണ് അറിയിപ്പിലുള്ളത്. ഇന്ത്യൻ, HP, ഭാരത് തുടങ്ങി എല്ലാ കമ്പനികളും ഇതിൽ ഉൾപ്പെടും. 2024-ലാണ് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതിന് KYC പൂർത്തീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്.
എന്നാൽ ഇത് നിർബന്ധമാക്കാത്തതിനാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ KYC ചെയ്തിരുന്നില്ല. ഗ്യാസ് വില കുത്തനെ കൂട്ടി സബ്സിഡി വെട്ടിക്കുറച്ചുമുള്ള ജനദ്രോഹ നിലപാടുകൾ തുടരുന്നതിനിടെയാണ് പുതിയ ഈ നിബന്ധന. PM ഉജ്ജൽ യോജന അടക്കമുള്ള ഗ്യാസ് സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയിലെ ഗുണഭോക്താക്കളെയും വെട്ടിക്കിലാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഈ ഉത്തരവ്. നിലവിൽ ഈ KYC പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുന്നത്. കണക്ഷൻ ഉടമ മരിച്ചെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റി പ്രക്രിയ പൂർത്തീകരിക്കാൻ സമയം വേണ്ടിവരും. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയാണ് പുതിയ സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ KYC പൂർത്തിയാക്കേണ്ട വഴികൾ ഇനി പറയുന്നവയാണ്. 1. ഗ്യാസ് ഏജൻസിയുടെ മൊബൈൽ ആപ്പ് മുഖേന സ്വന്തമായി ചെയ്യാൻ കഴിയും. ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ആധാർ ഫേസ് RD എന്ന മറ്റൊരു ആപ്പ് കൂടി ഉപയോഗിച്ച് ഫേസ് ഒതന്റിക്കേഷനിലൂടെയാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. രണ്ടാമത്തെ മാർഗം ബന്ധപ്പെട്ട ഗ്യാസ് വിതരണ ഏജൻസിയിൽ നേരിട്ടെത്തി നടപടി പൂർത്തീകരിക്കാം. മൂന്നാമത്തേത് ഗ്യാസ് വിതരണം ചെയ്യുന്ന ഡെലിവറി ഏജന്റുമാരുടെ പക്കലുള്ള ഉപകരണം ഉപയോഗിച്ചും KYC നടപടി പൂർത്തീകരിക്കാം. എന്നാൽ എല്ലാ വിതരണക്കാരുടെ കയ്യിലും ഇതില്ല. KYC പൂർത്തീകരിക്കാൻ അക്ഷയ CSC കേന്ദ്രങ്ങളെ സമീപിക്കാനും കഴിയുന്നതാണ്. ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏജൻസികളിൽ നിന്നും പാചകവാതക സിലിണ്ടർ 2 ദിവസത്തിൽ കൂടുതൽ വൈകിയാൽ ബുക്കിംഗ് റദ്ദാക്കുന്ന രീതി ആരംഭിച്ചതോടെ കേരളത്തിലെ ഉപഭോക്താക്കൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഓണക്കാലം എത്തുന്നതോടെ LPG സിലിണ്ടർ ക്ഷാമത്തിനു ഇത് കാരണമാകുന്നുണ്ട് എന്ന ആശങ്കയുണ്ട്. ഉപയോക്താക്കൾ ബുക്ക് ചെയ്ത ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടും ഏജൻസി വിതരണം ചെയ്തില്ലെങ്കിൽ എണ്ണക്കമ്പനി തന്നെ ബുക്കിംഗ് റദ്ദാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രതിദിനം 3000 സിലിണ്ടറുകൾ വരെ ഇങ്ങനെ റദ്ദാക്കപ്പെടുന്നതായി ഏജൻസികളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ഉപഭോക്താവ് വീണ്ടും ബുക്കിംഗ് നടത്തണം. ഇത് മനസ്സിലാക്കാനാവാതെ വിതരണ ഏജൻസികളും ഉപഭോക്താക്കളും തമ്മിൽ വിതരണ വാഹനത്തിനടുത്തും ഓഫീസുകളിലും തർക്കമുണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവും നഗരപ്രദേശങ്ങളിൽ 50 ദിവസവും ബുക്കിംഗ് കാലാവധിയും ഉണ്ട്. BPCLന് കീഴിലുള്ള ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ. BPCLന് മാത്രം കേരളത്തിൽ 100ഓളം ഏജൻസികളുണ്ട്. കാലവർഷം കെടുതിയും പ്രളയവും മറ്റു സാഹചര്യവും കാരണം ബുക്കിംഗ് ചെയ്ത എല്ലാവർക്കും 2 ദിവസത്തിനകം സിലിണ്ടർ വിതരണം പൂർത്തിയാക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഏജൻസി അധികൃതരുടെ വാദം ഇങ്ങനെയാണ്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നുണ്ട് എങ്കിലും അത്തരം രേഖാമൂലമുള്ള നിർദ്ദേശങ്ങളൊന്നും നിലവിലില്ല. അതേസമയം ഇക്കാര്യത്തെക്കുറിച്ച് BPCLന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുകൂടാതെ ഗ്യാസ് ഏജൻസികളിൽ നിന്നും സുരക്ഷാ പരിശോധന എന്ന പേരിൽ ജീവനക്കാർ വീടുകളിൽ എത്തുന്നുണ്ട്. 286 രൂപ GST അടക്കം ഇതിന് നൽകേണ്ടതുണ്ട്. കൂടാതെ സുരക്ഷാ കാരണങ്ങളാൽ ഉപകരണങ്ങൾ, അതായത് പൈപ്പും സിലിണ്ടറിന്റെ റെഗുലേറ്ററും മാറ്റേണ്ടി വന്നാൽ അധിക ചാർജ് കൂടി നൽകേണ്ടി വരും. ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടുമെന്ന് ഉറപ്പാക്കാൻ നിലവിലുള്ള വിതരണ സംവിധാനം അതേപടി തുടരണം എന്ന് മുൻ ധനകാര്യമന്ത്രിയും MLAയുമായ KN ബാലഗോപാൽ. പാവപ്പെട്ടവരും അശരണരുമായ 62 ലക്ഷം ജനങ്ങൾക്ക് സ്വാശ്രയത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ തുക. മരുന്നും മറ്റ് ആവശ്യങ്ങൾക്കും മറ്റാരെയും ആശ്രയിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല. അത് ഇല്ലാതാക്കാനാണ് സഹകരണ സംഘങ്ങളെ ഒഴിവാക്കി ബാങ്ക് വഴി പെൻഷൻ നൽകാനുള്ള UDF സർക്കാരിന്റെ പുതിയ തീരുമാനം എന്ന് KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ക്രമക്കേട് തടയാനാണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്ന വാദമാണ് സർക്കാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഇത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പെട്ട ക്രമക്കേടുകൾക്കുള്ള സാധ്യത പോലും തടയാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഏതു കാര്യത്തിലും രാഷ്ട്രീയം കാണുന്ന മുഖ്യമന്ത്രിയുടെ രീതി അപലപനീയമാണ് എന്നും മുൻ മന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില 2 തവണ കൂടി. ഗ്രാമിന് 125 രൂപ കൂടി 13,865 രൂപയും പവന് 1000 രൂപ വർദ്ധിച്ച് 1,10,920 രൂപയിലും എത്തി. ഈ മാസത്തെ ഏറ്റവും കൂടിയ വിലയാണിത്. രാവിലെ ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയും വർദ്ധിച്ചിരുന്നു. സംസ്ഥാനത്തെ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നതാണ്. തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിൽ, കൊല്ലം ആശ്രമം മൈതാനി, കോട്ടയം പോലീസ് സ്റ്റേഷൻ മൈതാനം, തൊടുപുഴ TJ ജോസഫ് മൈതാനം, പാലക്കാട് ചെറിയ കോട്ട മൈതാനം, പത്തനംതിട്ടയിൽ താഴെ തെക്കേതിൽ ബിൽഡിംഗ് മാക്കാൻകുന്ന്, ആലപ്പുഴ YMCA ഹാൾ, എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ, തൃശ്ശൂരിൽ തൃശ്ശൂർ കോർപ്പറേഷൻ
പാലസ് ഗ്രൗണ്ട് അതായത് ഹോക്കി ഗ്രൗണ്ടിൽ, കോഴിക്കോട് ബീച്ചിൽ, മലപ്പുറത്ത് ഡാലിയ KP അവന്യൂ മലപ്പുറം, വയനാട് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്, കണ്ണൂർ കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ, കാസർഗോഡ് വൈൽഡ് ലൈൻ കോംപ്ലക്സ് കട്ടച്ചേരി കാഞ്ഞങ്ങാട് എന്നിങ്ങനെയാണ് ജില്ലാതല ഓണം ഫെയറുകൾ നടക്കുന്നത്. ഈ ഓണം ഫെയറുകളുടെ പ്രവർത്തനം തുടങ്ങുന്നതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ നിന്നും ഓണ കിറ്റുകളും വാങ്ങാൻ കഴിയുന്നതാണ്. സബ്സിഡി ഇതര സാധനങ്ങളും 4 ഇനം ഭക്ഷ്യ കിറ്റുകളുമാണ് ഒരുക്കിയിട്ടുള്ളത്. അത്തം കിറ്റ്, ഉത്രാടൻ കിറ്റ്, തിരുവോണം കിറ്റ്, സിഗ്നേച്ചർ കിറ്റ് എന്നിങ്ങനെ 4 കിറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവ കൂടി വാങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ അതുകൂടാതെ 13 സബ്സിഡി സാധനങ്ങളും അധിക അരിയും സപ്ലൈകോയിൽ നിന്നും ഈ ഓണത്തിന് ലഭിക്കുന്നതാണ്. 8-ാം തീയതി മുതലാണ് ഇതിന്റെ വിതരണം സജീവമാകുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.